ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ USSന് വരാൻ സാധ്യതയുള്ള റേഷ്യോ എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Vijay and Ajit divided some money in a ratio of 4:6. Ajit got 4,000 rupees more than Vijay. Then what is the amount of total money? അതായത് വിജിയും അജിത്തും ഒരു തുക 4:6 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. അജിത്തിന് വിജിയേക്കാൾ 4,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആകെയുള്ള തുക എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് റേഷ്യോ 4:6 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 4ഉം 6ഉം കൂടി കൂട്ടിയാൽ 10. 10ൽ 4 ഭാഗം വിജിക്കും 10ൽ 6 ഭാഗം അജിത്തിനുമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ടോട്ടൽ സംഖ്യേൻ്റെ 10 ഭാഗമാക്കിയാൽ അതിൽ 4 ഭാഗം വിജിക്കും പിന്നെ 6 ഭാഗം അജിത്തിനുമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അജിത്തിന് വിജിയേക്കാൾ 4,000 രൂപ അധികം കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതായത് അജിത്തിൻ്റെ പൈസയിൽ നിന്ന് വിജിക്ക് കിട്ടിയ സംഖ്യ എത്രയാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ 4,000 ആണ് കിട്ടുന്നത് അല്ലേ. അതായത് ടോട്ടൽ സംഖ്യൻ്റെ 10ൽ 6 ഭാഗത്തുനിന്ന് 10ൽ 4 ഭാഗം കുറച്ച് കഴിഞ്ഞാൽ അത് ആണ് 4,000 രൂപ എന്ന് പറയുന്നത്. 10ൽ 6 അതായത് 6/10 മൈനസ് 4/10 എത്രയാണ്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ 6 - 4 എത്രയാണ്? 2. അപ്പോൾ 2/10 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ടോട്ടൽ ഇൻറ്റു 2/10 എന്ന് പറയുന്നതാണ് 4,000 രൂപ എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ടത് ടോട്ടൽ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ടോട്ടൽ ഇസ് ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് 4,000 ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ 4,000 ഇൻറ്റു പിന്നെ 2/10 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 10/2 എന്നാവും. അതായത് ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും, ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാവും. അതിന് ജസ്റ്റ് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പോൾ 2/10 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 10/2. അപ്പോൾ 4,000 ഇൻറ്റു 10/2. നമുക്കതൊന്ന് വെട്ടിച്ചെറുതാക്കാം. 2ഉം 10ഉം വെട്ടിയാൽ 2ൽ 2 ഒരു പ്രാവശ്യം, 10ൽ 5 പ്രാവശ്യം. അപ്പോൾ ബാക്കി വരുന്നത് 4,000 ഇൻറ്റു 5 ദാറ്റ്സ് ഈക്വൽ ടു 20,000 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഈ 20,000ത്തിൻ്റെ 10ൽ 4 ഭാഗമാണ് വിജിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 10ൽ 6 ഭാഗമാണ് അജിത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെത്രയാണ്? പിന്നെ 20,000 ഇൻറ്റു 4/10 കണ്ടാൽ വിജിക്ക് കിട്ടിയത് കിട്ടും. അത് 8,000 എന്ന് കിട്ടും. അതുപോലെ 20,000 ഇൻറ്റു 6/10 അത് 12,000 എന്നും കിട്ടും. പക്ഷെ നമുക്കത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് 20,000 രൂപയാണ്. ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പോളിനോമിയലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഏത് രീതിയിൽ ചെയ്യാനാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ആ രീതി തിരഞ്ഞെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ് റേഷ്യോ എന്ന് പറയുന്നത് 4:6 ആണ് എന്നുള്ളത്. അപ്പോൾ വിജിക്ക് കിട്ടിയത് നമുക്ക് 4x എന്ന് കൊടുക്കാം. അതുപോലെ അജിത്തിന് കിട്ടിയത് 6x എന്നും കൊടുക്കാം അല്ലേ. അതായത് 4ൻ്റെ എത്രയോ ഒരു മടങ്ങാണ് വിജിക്ക് കിട്ടിയിട്ടുള്ളത്. അതേ 6ൻ്റെ അതേ മടങ്ങ് തന്നെയാണ് നമുക്ക് അജിത്തിനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4x 6x അങ്ങനെ കൊടുക്കാം. പിന്നെ അജിത്തിന് വിജിയേക്കാൾ 4,000 രൂപ അധികം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അജിത്തിന് കിട്ടിയതെന്ന് വിജിക്ക് കിട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ 4,000 ആണ്. അതായത് 6x - 4x ഇസ് ഈക്വൽ ടു 4,000 എന്ന് എഴുതാം. 6x - 4x എത്രയാണ്? 2x അല്ലേ. അപ്പോൾ 2x എന്ന് പറയുന്നതാണ് 4,000. അങ്ങനെയാണെങ്കിൽ x എത്രയാണ്? ജസ്റ്റ് അതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ 4,000/2 ഇൻറ്റു 2x എന്നായതുകൊണ്ട് ആ 2നെ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം 2 എന്നാവും. അപ്പോൾ 4,000/2. അപ്പോൾ എത്രയാണ്? 2,000 അല്ലേ. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാണാനാണ്. അപ്പോൾ വിജിക്ക് കിട്ടിയ 4x-ഉം അജിത്തിന് കിട്ടിയ 6x-ഉം കൂടിയും കൂട്ടിയാൽ ടോട്ടൽ എന്ന് പറയുന്നത് 10x ആണ്. പിന്നെ x 2,000 ആണെങ്കിൽ 10x എത്രയാണ്? 10 ഇൻറ്റു 2,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 20,000 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. In a village, the ratio of the population of men, women and children is 3:4:6 and the total population of the village is 26,000. Find the population of each. അതായത് ഒരു ഗ്രാമത്തിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും കുട്ടികളുടെയും ജനസംഖ്യയുടെ അംശബന്ധം എന്ന് പറയുന്നത് 3:4:6 ആണ്. ആ ഗ്രാമത്തിലെ ആകെ ജനസംഖ്യ 26,000 ആണെങ്കിൽ ഓരോരുത്തരുടെയും എണ്ണം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളത് 3:4:6 എന്നുള്ള അനുപാതത്തിലായിരുന്നു. അതായത് നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് 3x എന്ന് കൊടുത്താൽ നമ്പർ ഓഫ് വുമൺ 4x, അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നുള്ളത് 6x ആയിരിക്കും. പിന്നെ ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 26,000 എന്നുള്ളത്.
അപ്പോൾ 3x + 4x + 6x ആണ് 26,000 എന്ന് പറയുന്നത്. 3x + 4x + 6x എത്രയാണ്? 13x അല്ലേ? 13x. 13x എത്രയാണ്? 26,000. അങ്ങനെ ആകുമ്പോൾ x എത്രയാണ്? 26,000 ഹരിക്കണം 13 അല്ലേ? അതായത് സമത്തിൻ്റെ അപ്പുറത്തുള്ള ഗുണിക്കണം എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ 26,000/13 എത്രയാണ്? 2,000 എന്ന് കിട്ടും. അങ്ങനെ എക്സ് എന്നുള്ളത് 2,000 ആണെങ്കിൽ വുമൺ എന്ന് പറയുന്നത് 4x ആണല്ലോ. അപ്പോൾ 2,000 × 4 അപ്പോൾ 8,000 എന്ന് കിട്ടും. അതുപോലെ മെൻ എന്നുള്ളത് 3x ആയതുകൊണ്ട് തന്നെ 2,000 × 3 6,000 എന്ന് കിട്ടും. അതുപോലെ ചിൽഡ്രന് 6x ആയതുകൊണ്ട് തന്നെ 2,000 × 6 = 12,000 എന്നും കിട്ടും. അതായത് 8,000 സ്ത്രീകളും 6,000 പുരുഷന്മാരും 12,000 കുട്ടികളുമാണ് ഉള്ളത് എന്നല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.